അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പുറമേ നോക്കിയാൽ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ മധുരം തുളുമ്പുന്ന വാക്കുകൾ, പക്ഷേ ഉള്ളിൽ പരസ്പര അവിശ്വാസത്തിന്റെയും ചതിയുടെയും കനലുകൾ. നമ്മൾ സംസാരിക്കുന്നത് ഇറാൻ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചാണ്. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് 2026 ഈ നിർണായക നിമിഷങ്ങളിലേക്കാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള യുദ്ധസമാനമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥനാകാൻ ശ്രമിക്കുന്നു. മറുവശത്ത് നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ഇറാൻ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമ്മൾ കണ്ടത് അതിർത്തി കടന്നുള്ള മിസൈൽ ആക്രമണങ്ങളാണ്. എന്തുകൊണ്ടാണ് ആണവായുധമുള്ള പാകിസ്ഥാനെ ഇറാൻ ഇത്രയധികം സംശയിക്കുന്നത്? ഇസ്ലാമാബാദിന്റെ സമാധാന ശ്രമങ്ങൾക്ക് പിന്നിൽ വാഷിംഗ്ടണിന്റെ അജണ്ടയുണ്ടോ? ഈ സങ്കീർണമായ ബന്ധത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സൗഹൃദത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ശത്രുതയെന്നോ അതോ ശത്രുതയുടെ നിഴൽ വീണ സൗഹൃദമെന്നോ ഇറാൻ പാകിസ്ഥാൻ ബന്ധത്തെ വിശേഷിപ്പിക്കാം. ഇസ്ലാമിക സാഹോദര്യത്തെക്കുറിച്ച് പൊതുവേദികളിൽ വാചാലരാകുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ രണ്ട് അയൽക്കാരും തമ്മിലുള്ള ബന്ധം അതീവ സങ്കീർണവും അവിശ്വാസം നിറഞ്ഞതുമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മഞ്ഞുരുകാൻ ഇസ്ലാമാബാദ് കിണഞ്ഞു ശ്രമിക്കുമ്പോഴും തെഹ്റാൻ പാകിസ്ഥാനെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറെ പ്രസക്തമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിർത്തിയിലുണ്ടായ സൈനിക നീക്കങ്ങളും തന്ത്രപരമായ താൽപര്യങ്ങളുടെ വൈരുദ്ധ്യവും ഈ അവിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേവലം ഒരു അതിർത്തി തർക്കത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലെ ചേരിതിരിവുകളും സാമ്പത്തിക പ്രതിസന്ധികളും ഈ ഒരു ബന്ധത്തെ ഉലയ്ക്കുന്നുണ്ട്. ഈ അവിശ്വാസത്തിന്റെ വേരുകൾ കിടക്കുന്നത് 900 കിലോമീറ്റർ നീളുന്ന ഇവരുടെ അതിർത്തിയിലാണ്, ബലൂചിസ്ഥാൻ. രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിൽ വസിക്കുന്ന ബലൂച്ച് ജനതയ്ക്കിടയിലെ വിഘടനവാദവും സായുധ പോരാട്ടങ്ങളും ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ തലവേദനയാണ്. പാകിസ്ഥാൻ താവളമാക്കി പ്രവർത്തിക്കുന്ന ജയ്ഷ്-ഉൽ-അദൽ എന്ന സുന്നി തീവ്രവാദ ഗ്രൂപ്പ് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നിരന്തരം ചോരപ്പുഴ ഒഴുക്കുന്നുണ്ട്. ഇറാൻ പറയുന്നത് സിമ്പിളാണ്: നിങ്ങളുടെ മണ്ണിൽ ഇരുന്നാണ് അവർ ഞങ്ങളെ ആക്രമിക്കുന്നത്, നിങ്ങൾ അവരെ സഹായിക്കുന്നു. തിരിച്ചും പാകിസ്ഥാന് പരാതിയുണ്ട്. പാകിസ്ഥാൻ വിരുദ്ധരായ BLA ബലോച്ച് ലിബറേഷൻ ആർമി ഗ്രൂപ്പുകൾക്ക് ഇറാൻ അഭയം നൽകുന്നുവെന്ന് ഇസ്ലാമാബാദും കുറ്റപ്പെടുത്തുന്നുണ്ട്. 2024 തുടക്കത്തിൽ നമ്മൾ കണ്ടത് ലോകത്തെ ഞെട്ടിച്ച മിസൈൽ ആക്രമണങ്ങളാണ്. സ്വന്തം സുഹൃത്താണെന്ന് പറയുന്ന രാജ്യം അതിർത്തി കടന്ന് മിസൈൽ അയക്കുമ്പോൾ ആ മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല. 2025 2026 ഈ സംഘർഷം പീപ്പിൾസ് ഫൈറ്റേഴ്സ് ഫ്രണ്ട് PFF പോലുള്ള പുതിയ വിഘടനവാദി ഗ്രൂപ്പുകളുടെ രൂപീകരണത്തോടെ കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇവിടെയാണ് ട്വിസ്റ്റ്. അടുത്തിടെ പാകിസ്ഥാനിലെ ജയ്ഷ്-ഉൽ-അദൽ ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ഇറാൻ വീണ്ടും നടത്തിയ ആക്രമണങ്ങൾ ഈ മുറിവിനെ കൂടുതൽ ആഴമുള്ളതാക്കി. ഒരു വശത്ത് പാകിസ്ഥാനിലെ ക്യാമ്പുകളിലേക്ക് ഇറാൻ മിസൈൽ അയക്കുന്നു. എന്നാൽ മറുവശത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള മഞ്ഞുരുക്കാൻ പാകിസ്ഥാൻ കിണഞ്ഞു ശ്രമിക്കുന്നു. 2026 ഏപ്രിലിൽ ഇസ്ലാമാബാദിൽ നടന്ന ഇസ്ലാമാബാദ് ടോക്സ് ഇതിന് തെളിവാണ്. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും മധ്യസ്ഥരായി വരുന്നു. പക്ഷേ ഇറാന്റെ പ്രതികരണം എന്തായിരുന്നു? ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് ഇബ്രാഹിം റസായിബ് തുറന്നടിച്ചത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ഒരു വിശ്വസ്തനായ മധ്യസ്ഥനല്ല എന്നാണ്. ഇറാന്റെ ഈ നിഗമനം കാലങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ പറയുന്നത്? കാരണം വളരെ വ്യക്തമാണ്. പാകിസ്ഥാന് ഇറാനേക്കാൾ കൂടുതൽ അടുപ്പം അമേരിക്കയോടാണ് എന്നും അതുകൊണ്ട് തന്നെ വാഷിംഗ്ടണിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനായിരിക്കും ഇസ്ലാമാബാദ് ശ്രമിക്കുകയെന്നും തെഹ്റാൻ കരുതുന്നു. പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ നിലനിൽക്കുന്നത് അമേരിക്കയുടെ സഹായത്തിലാണ്. വാഷിംഗ്ടണിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്ന് തെഹ്റാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കൈകൊണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പറത്തുകയും മറുകൈകൊണ്ട് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുമായി രഹസ്യബന്ധം പുലർത്തുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഡബിൾ ഗെയിം, ഇരട്ടത്താപ്പ് ഇറാൻ തിരിച്ചറിയുന്നു. രാഷ്ട്രീയത്തിന് പുറമെ സാമ്പത്തികമായ ഒരു വലിയ വഞ്ചനയുടെ കഥ കൂടി ഈ ബന്ധത്തിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ പാകിസ്ഥാൻ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയാണ്. ദശാബ്ദങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ പീസ് പൈപ്പ് ലൈൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ശ്വാസനാഡിയായിരുന്നു, വലിയൊരു സാമ്പത്തിക സാധ്യതയായിരുന്നു. ഇറാൻ തങ്ങളുടെ ഭാഗത്തെ പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തിയാക്കി. പക്ഷെ പാകിസ്ഥാൻ അമേരിക്കൻ ഉപരോധത്തെ ഭയന്ന് അവർ ഒരടി പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. പൈപ്പ് ലൈൻ നിർമ്മിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ കോടിക്കണക്കിന് ഡോളർ പിഴയായി നൽകേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഊർജ്ജ പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ അയൽ രാജ്യത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് വാങ്ങാൻ തയ്യാറാകാത്തത് ഇറാന്റെ കണ്ണിൽ വലിയൊരു ചതിയുമാണ്. പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളർ പിഴ നൽകേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടും പാകിസ്ഥാൻ അനങ്ങുന്നില്ല. ഇത് തെളിയിക്കുന്നത് പാകിസ്ഥാൻ എത്രത്തോളം അമേരിക്കയുടെ ചൊൽപ്പടിയിലാണ് എന്നാണ്. സാമ്പത്തികമായ ഈ വഞ്ചന ഇറാൻ ഭരണകൂടത്തെ പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ അകറ്റിയിരുന്നു. മേഖലയിലെ മറ്റു മാറ്റങ്ങളും ഈ ഒരു അവിശ്വാസത്തിന് ആക്കം കൂട്ടുന്നുണ്ട്.
സൗദി അറേബ്യയുമായിട്ടുള്ള പാകിസ്ഥാന്റെ അവിശുദ്ധ ബന്ധം ഇറാൻ എപ്പോഴും സംശയത്തോടെയാണ് കാണുന്നത്. മേഖലയിലെ മറ്റ് രാഷ്ട്രീയ മാറ്റങ്ങളും ഈ ഒരു അവിശ്വാസത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. സൗദി അറേബ്യയുമായിട്ടുള്ള പാകിസ്ഥാന്റെ അവിശുദ്ധ ബന്ധം ഇറാൻ എപ്പോഴും സംശയത്തോടെയാണ് കാണുന്നത്. സുന്നി ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനും ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനും തമ്മിലുള്ള വിഭാഗീയ ചിന്താഗതികൾ ഔദ്യോഗിക ചർച്ചകളിൽ വരാറില്ല എങ്കിലും അണിയറയിൽ അത് വലിയൊരു ഘടകമാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്തും മനുഷ്യക്കടത്തും നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ പരാജയപ്പെടുന്നത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ശ്രമിക്കാതെ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇറാന്റെ സുരക്ഷയെ ബാധിക്കുന്നുവെന്നാണ് തെഹ്റാന്റെ വിലയിരുത്തൽ. ഇന്ന് ഇറാൻ ചൈനയെയും റഷ്യയെയും വിശ്വസിക്കുമ്പോൾ പാകിസ്ഥാന് അമേരിക്കയുടെ പണവും സൈനിക സഹായവും ഉപേക്ഷിക്കാൻ കഴിയില്ല. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇവർ എങ്ങനെ ഒന്നിക്കും? പാകിസ്ഥാൻ മധ്യസ്ഥനായിട്ട് വരികയാണെങ്കിൽ അത് അമേരിക്കയുടെ ചാരപ്പണിക്കായിരിക്കുമോ എന്ന് ഇറാൻ ഭയപ്പെടുന്നു. പാകിസ്ഥാനിലെ സൈനിക നേതൃത്വത്തിന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായുള്ള ബന്ധം ഇറാൻ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ഇറാൻ പാകിസ്ഥാൻ ബന്ധം എന്നത് വിശ്വാസത്തിന്റെ പാലത്തിലല്ല, മറിച്ച് ആവശ്യങ്ങളുടെ നൂൽപാലത്തിലാണ് നിൽക്കുന്നത്. ഒരു അയൽ രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാനുമായി പൂർണ്ണ ശത്രുത ഇറാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഭീഷണികൾ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് പരിഹരിക്കാവുന്നതിലും അപ്പുറമാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. സൈനികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ ഒട്ടനവധി ഘടകങ്ങൾ ചേർന്നാണ് ഈ അവിശ്വാസത്തിന്റെ മതിൽ പണിതിരിക്കുന്നത്. അതിർത്തിയിലെ തീവ്രവാദം അവസാനിപ്പിക്കുകയും ഗ്യാസ് പൈപ്പ് ലൈൻ പോലുള്ള സാമ്പത്തിക കരാറുകളിൽ ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യാതെ പാകിസ്ഥാനെ ഒരു വിശ്വസ്ത സുഹൃത്തായി കാണാൻ ഇറാന് കഴിയില്ല. ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പാകിസ്ഥാൻ തങ്ങളുടെ നിലപാടുകൾ മാറ്റിയേക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചരിത്രപരമായ മുറിവുകളും തന്ത്രപരമായ താല്പര്യങ്ങളും ഇറാനെ ഇപ്പോഴും ഒരു കരുതലോടെ ഇരിക്കാൻ നിർബന്ധിക്കുന്നു. ഈ അവിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം പാകിസ്ഥാൻ എത്ര വലിയ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയാലും അതിന് ഇറാൻ അർഹിക്കുന്ന ഗൗരവം നൽകില്ലെന്ന് ഉറപ്പാണ്. ഇറാൻ പാകിസ്ഥാനോട് പറയുന്നത് ഒന്നേയുള്ളൂ: നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ വരണ്ട, പകരം നിങ്ങളുടെ മണ്ണിലെ തീവ്രവാദികളെ അടിച്ചമർത്തുക, നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക. ഇസ്ലാമിക സാഹോദര്യത്തിന്റെ മധുരമുള്ള വാക്കുകളേക്കാൾ പ്രായോഗികമായ സുരക്ഷാ ഉറപ്പുകളാണ് ഇറാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പാകിസ്ഥാൻ ഇനിയും ചുവട് മാറ്റിയേക്കാം. എങ്കിലും ചരിത്രപരമായ മുറിവുകൾ ഇറാനെ ഇപ്പോഴും കരുതലോടെ ഇരിക്കാൻ നിർബന്ധിക്കുന്നു. ഈ അവിശ്വാസത്തിന്റെ മതിൽ പൊളിയാതെ ഇവർക്കിടയിൽ ഒരു യഥാർത്ഥ സൗഹൃദം അസാധ്യമാണ്. പാകിസ്ഥാൻ ഉയർത്തുന്ന സമാധാന ശ്രമങ്ങൾ ഇറാൻ സ്വീകരിക്കുമോ, അതോ അതിർത്തിയിൽ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.